കൊണ്ടുവരും. കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും NDA എല്ലാ തരത്തിലുള്ള വാഗ്ദാനങ്ങളും വികസനത്തിന്റെ വാഗ്ദാനങ്ങളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് പാലിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ജയിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരും. തീർച്ചയായും റെയിൽവേ ആണെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ വേണ്ടേ? തീർച്ചയായും വയനാട്ടിൽ വലിയ വികസനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും വികസനം വരുമല്ലോ. നമുക്ക് കൂടുതൽ യാത്രാ സൗകര്യം, ചരക്ക് അങ്ങനെയുള്ള വികസനം കൊണ്ടുവരും. തീർച്ചയായും ബത്തേരിയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. എടുത്താൽ അറിയാം, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ബൈ ഇലക്ഷൻ ആണെങ്കിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു നിയോജകമണ്ഡല തെരഞ്ഞെടുപ്പിൽ ഒരു 25,000 വോട്ടിന് നമ്മൾ മുൻപന്തിയിൽ തന്നെ ഇരിക്കും. ഭൂരിപക്ഷം 25,000-ൽ മേലെ ഉണ്ടാവും. അതുതന്നെയാണ് BJPയുടെ വയനാട്ടിലെ ഝാൻസി റാണി എന്നാണ് കവിത അറിയപ്പെടുന്നത്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. ഇത്തവണ ബത്തേരി പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കവിത ഇത്തവണ മത്സരത്തിൽ ഇറങ്ങുന്നത്. റിപ്പോർട്ടറെ അവരൊരു ലേഡിയാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ ടൂക്കല്ലേ, ഒരു പരിധിയൊക്കെ വെക്ക്. അവരോട് വയനാട്ടിൽ റെയിൽവേ സ്റ്റേഷൻ ഈ അടുത്ത കാലത്തൊന്നും വരൂല എന്നുള്ളത് അവർ ചോദിക്കുന്ന നിനക്കും അറിയാം, അത് പറയുന്ന അവർക്കും അറിയാം. അവർ ചിരിച്ചുകൊണ്ട് കൂടിയാണ് പറയുന്നത്. പിന്നെ ചോദിച്ചതല്ലേ, ഒഴുക്കിനോടൊപ്പം ഒരു തള്ളു എന്ന രീതിയിൽ ഒഴുക്കിനോടൊപ്പം ഒരു തള്ളു എന്ന രീതിയിൽ അവരും അങ്ങ് ഒരു തള്ളി മറിച്ച്. വയനാട്ടിൽ ജയിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ വരും, റെയിൽവേ വികസനം വരുമ്പോൾ റെയിൽവേ വരണ്ടേ, വ്യവസായ സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ റെയിൽവേ വേണ്ടേ എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വരുന്നത്. അവസാനം അവിടുത്തെ വയനാട്ടിലെ ഝാൻസി റാണിയാണ് അവർ എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ടർ അവസാനിപ്പിക്കുന്നത്. ഝാൻസി റാണി എന്നൊക്കെ പറയുമ്പം അവർക്ക് കാൻഡിഡേറ്റിന് ലേഡിക്ക്, കവിത എന്ന് പറയുന്ന ലേഡിക്ക് ഒന്ന് സൂഹിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ വീഡിയോ റിപ്പോർട്ടർ ചാനൽ അപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ വരുന്ന ഒരുപാട് കമൻറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് മണ്ടത്തരം പറയുന്ന ആളുകൾ മാത്രം ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണോ എന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നു, ഈ റിപ്പോർട്ടർ ഇത് ഒറിജിനൽ സംഖ്യയാണോ എന്നറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതാണ് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇനി ആ ലേഡി ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ പഴനിയിൽ പോയവർക്കറിയാം, പഴനിയിൽ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. താഴെ നിന്ന് മേളിലേക്ക് വലിച്ചു കയറ്റുന്ന, അതേപോലെ മേളിൽ നിന്ന് താഴേക്ക് ഇറക്കുന്ന യന്ത്രവൽക്കൃത ഒരു ടോയ് ട്രെയിൻ. അതുപോലത്തെ ഒരു ട്രെയിനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് പറഞ്ഞുകൂടെ? പറയാം. എന്തായാലും സംഘപരിവാർ സംഘടനയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്ന പല ആളുകളും പല രീതിയിലുള്ള മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട് എന്ന് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ്. കാരണം വ്യക്തമായ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുകളോ രാഷ്ട്രീയ പ്രവർത്തന പരിചയങ്ങളോ പൊതു ഇടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള ആളുകളോ ഒന്നല്ലാതെ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ടും ഒരു പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടും പല ആളുകളെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മത്സരിപ്പിക്കാറുണ്ട്. ഇത്തവണ പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ അങ്ങനെ മത്സരിപ്പിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ NDA മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ NDA മുന്നണിയിലെ പല ആളുകളും ഇപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഏറ്റുമാനൂർ മത്സരിക്കുന്ന 2020 NDA കാൻഡിഡേറ്റിൻ്റെ ആ പെൺകുട്ടിയുടെ പല രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ട്രോളായിട്ടും അല്ലാതെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതുപോലെ പ്രവൃത്തി പരിചയമില്ലാത്ത ആളുകൾ കാൻഡിഡേറ്റായിട്ട് വരുമ്പോൾ അവരെ ഒരു റിപ്പോർട്ടറോ അല്ലെങ്കിൽ ഒരു പൊതു ചർച്ചയ്ക്കിടയിലോ പല ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ പ്രധാന കാരണം അവർക്ക് പ്രവൃത്തി പരിചയമില്ലാത്തതും പൊതുബോധമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലുള്ള പരിപാടികളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇന്റർവ്യൂകളിലോ സംസാരിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഞങ്ങൾ ഇത് പോട്ടെ, ഇത് വയനാട്ടിൽ ട്രെയിൻ വരില്ല എന്നുള്ള കാര്യം അറിയാതെ, വയനാട്ടിലും ഇടുക്കിയിലും ട്രെയിൻ സർവീസ് ഇല്ല, അത് വരില്ല, റെയിൽവേ സ്റ്റേഷൻ ഈ അടുത്ത കാലത്തൊന്നും വരാൻ സാധിക്കുകയില്ല എന്നറിയാവുന്ന ആളുകൾ പിന്നെ അതിന് വയനാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ആ തോട്ടിയിട്ടാൽ കൊളുത്തി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഒരു ബ്ലണ്ടറാണ്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയായാലും ശരി, റിപ്പോർട്ടർ ഇത് യഥാർത്ഥ സംഖ്യയാണോ എന്നറിയാൻ വേണ്ടി ഒരു ചോദ്യം ഇട്ടുകൊടുത്തതാണ്. അതിൽ അവർ കൊളത്തി എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പല രീതിയിലുള്ള പ്രചാരണങ്ങളും സ്വീകരണങ്ങളും ഒക്കെ കണ്ട നമുക്കിടയിലേക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്വീകരണ പരിപാടി നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രദീപ് കുമാറിന്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരാശയം അതെന്താണ് എന്ന് നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം.
പാലക്കാട് 12 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചു. പക്ഷേ ഒറ്റപ്പാലത്തേക്ക് വന്നപ്പോൾ ഒരു കാഴ്ചയുണ്ട്. പല സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ നോട്ട്ബുക്കും പല കാര്യങ്ങളും ഇങ്ങനെ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. സാധാരണ രീതിയിൽ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് കൊടുക്കും, പാർട്ടികൾ ജനങ്ങൾ കൊടുക്കും. ഇതെന്താ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ഒരു സ്ഥിതി എന്താ? ഞാൻ പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ്. അതിന് ആദ്യം നന്ദി പറയുകയാണ്. ഇത് ഒരു ദിവസം നമുക്കൊരു 1000 റിബൺ കിട്ടും. വൈകുന്നേരം ആയാലും എന്തു ചെയ്യും ഈ 1000 ചുവന്ന റിബൺ? അത് യഥാർത്ഥത്തിൽ പിന്നെ അത് വേസ്റ്റായി മാറുകയാണ്. ഒരു 100 150 ഷാള് കിട്ടും, ഒരു 10 100 200 മാല കിട്ടും. പ്ലാസ്റ്റിക് മാലയും അല്ലാത്ത മാലയും ഒക്കെ ആയിട്ടുള്ള തുണിയുടെ കടലാസിന്റെ ഒക്കെ മാല കിട്ടും. ഇത്രയും മാല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് വേറൊരു ഉപയോഗമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മണ്ഡല നേതാക്കളോട് പറഞ്ഞു, നമുക്ക് ഇത്തവണ പഠനോപകരണങ്ങൾ സമ്മാനമായി തന്നോട്ടെ. ഒരാൾ റിബൺ ഇടണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തടയുന്നൊന്നുമില്ല. റിബൺ ഇട്ടോട്ടെ, പഠനോപകരണങ്ങൾ തന്നോട്ടെ. ഇന്ന് രാവിലെ അകവണ്ടയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഈ സ്വീകരണം വരെ എല്ലാ കേന്ദ്രത്തിലും നോട്ട് പുസ്തകം, പേന, ചോറ്റുപാത്രം, വാട്ടർ ബോട്ടില്, വിവിധങ്ങളായ സാധനങ്ങൾ, സാമഗ്രികൾ അതെല്ലാം നമുക്ക് സമ്മാനമായി കിട്ടുകയാണ്. നമ്മുടെ നാട്ടിലെ അപൂർവം ചില രക്ഷിതാക്കളുണ്ട്. 2 കുട്ടി 3 കുട്ടിയൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സ്കൂൾ തുറക്കാൻ നേരത്ത് അവർക്ക് ബാഗ് വേണം, കുട വേണം, നോട്ട് ബുക്ക് വേണം, ചോറ്റുപാത്രം വേണം. അതിലെല്ലാം ഒരു ചെറിയ ടെൻഷൻ അടിക്കുന്ന, കയ്യിൽ കാശില്ലല്ലോ എന്ന് വേദനിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നമ്മളിതെല്ലാം സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞാൽ ഒരുമിച്ച് സമാഹരിച്ച് എണ്ണിക്കെട്ടി ഉറപ്പാക്കി ഏറ്റവും പാവപ്പെട്ട അർഹരായവരുടെ കൈകളിലേക്ക് അത് കൊടുക്കും. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. ഇടതുപക്ഷം വേറിട്ട പക്ഷമാണ്, ജനപക്ഷമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ആ നിലയിലാണ് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈയടിക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം ഈ പ്രചാരണ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞതുപോലെ ഫ്ലെക്സ് ബോർഡുകൾ, അതുപോലെ ഈ പറഞ്ഞ പോലെ സ്വീകരണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മാലകൾ, റിബണുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ പിന്നീട് ഇവർ ഡംപ് ചെയ്ത് കഴിയുമ്പോൾ അത് ഏറ്റവും വലിയ മാലിന്യങ്ങളാവും. അപ്പോൾ ഈ പ്രചാരണ ഘട്ടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഫ്ലെക്സ് ബോർഡുകളൊക്കെ നേരത്തെ തന്നെ നിരോധിക്കുകയും അതിന് ഉപയോഗിക്കരുത് എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിർദ്ദേശം നൽകിയത്. പിന്നീട് വിനയിലും തുണിയിലും ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ബോർഡുകളാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ബോർഡുകളെല്ലാം തന്നെ. അപ്പോൾ പക്ഷേ അപ്പോഴും ഈ പറഞ്ഞതുപോലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ വരുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് മാലകളും അതുപോലെ തന്നെ റിബണുകളുമാണ്. ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനാണ്. പക്ഷേ ഇത് പിന്നീട് ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 10ഉം 500ഉം 1000ഉം ഒക്കെ റിബണുകളും പ്ലാസ്റ്റിക് മാലകളും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഡംപ് ചെയ്യാൻ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് പ്ലാസ്റ്റിക് ആണ്, അങ്ങ് ദ്രവിച്ചു പോവുകയില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. തുണിയുടെ റിബൺ ആണെങ്കിൽ ഓക്കെ അത് പോകും. പക്ഷേ അതൊരു ഉപകാരമില്ലാത്ത ഒരു സാധനമായതുകൊണ്ട് തന്നെ ഒറ്റപ്പാലത്തെ ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് പ്രദീപ് കുമാർ ഒരു തീരുമാനം എടുക്കുകയാണ്. നമുക്ക് ഇനി മുതൽ എന്തെങ്കിലും പഠനോപകരണങ്ങൾ, വളരെ മികച്ചൊരു തീരുമാനം എന്ന് നമ്മൾ പറയണം. സോഷ്യൽ മീഡിയ നമ്മൾ മൊത്തത്തിൽ എല്ലാവരും തന്നെ അത് കൈയടിക്കേണ്ട ഒരു തീരുമാനമാണ്. അത് മറ്റ് സ്ഥാനാർത്ഥികളെ മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പിന്തുടരാൻ പറ്റുന്ന ഒരു മാതൃകയാണ്. അതായത് പഠനോപകരണങ്ങൾ വാങ്ങിക്കുക, പഠനോപകരണങ്ങൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുക. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വീകരണ കേന്ദ്ര സ്ഥാനാർത്ഥികൾ ഈ റിപ്പോർട്ടർ ചോദിച്ചതുപോലെ തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ് കണ്ടത്. പക്ഷേ ഇത് നേരെ ഉൾട്ടയാണ്. തിരിച്ച് സ്ഥാനാർത്ഥി വാങ്ങിക്കുകയാണ് പെന്ന്, പെൻസില്, ഈ പറഞ്ഞതുപോലെ ചോറ്റുപാത്രം, ബാഗ്, അങ്ങനെ ബുക്ക് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ. അതിനവർ പറയുന്ന കാരണം, അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതെല്ലാം കൂടെ എണ്ണി തിട്ടപ്പെടുത്തി ഓരോ മണ്ഡലം കമ്മിറ്റികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ പറയുന്ന ഏരിയയിൽ വരുന്ന ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ മക്കൾ ആരെങ്കിലും സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു മികച്ച തീരുമാനം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ജയിച്ചു വന്ന് ഈ നാടിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കാരണക്കാരാവേണ്ടവരാണ് എന്നതാണ് എൻ്റെ പക്ഷം. എന്തായാലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പലരും എടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന കാണാറുണ്ട്. കുറേയധികം മണ്ടത്തരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു തീരുമാനമെടുത്ത അദ്ദേഹത്തിന് എൻ്റെ ഒരു എന്തായാലും അടിപൊളിയാകട്ടെ. തെരഞ്ഞെടുപ്പ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. എല്ലാ ആളുകളും, രാഷ്ട്രീയ പ്രവർത്തകരും മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടിലാണ്. ഇനിയും കുറെ മണ്ടത്തരങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല നല്ല വാർത്തകളും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കതെല്ലാം വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യാം.